ചാനലിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ സൂര്യനാരായണൻ. ലളിതാ സഹസ്രനാമത്തിൽ 4 ലെസൺസ് കൊടുത്തു കഴിഞ്ഞു ഞങ്ങളുടെ യൂട്യൂബിലൂടെ. ഇന്ന് 5ാമത്തെ ലെസനാണ്. ഇതുവരെ 11 നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡസംഭൂത, ദേവകാര്യസമുദ്യത, ഉദ്യദ്ഭാനുസഹസ്രാഭ, ചതുർബാഹുസമന്വിത, രാഗസ്വരൂപപാഷാഢ്യ, ക്രോധാകാരാങ്കുശോജ്വല, മനോരൂപേക്ഷുകോദണ്ഡ, പഞ്ചതന്മാത്ര സായക. 11 നാമങ്ങൾ കഴിഞ്ഞു. ഇന്ന് കുറച്ചുകൂടി നാമങ്ങൾ പറയാം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ദേവിയുടെ ശരീരകാന്തി 1000 ഉദയസൂര്യന്മാർ ഒന്നിച്ച് വന്നാൽ അത്രയും ശരീരകാന്തിയുണ്ട്. ആ ശരീരകാന്തിയാൽ ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ മുക്കിക്കളഞ്ഞിരിക്കുന്നു. അതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. അടുത്ത നാമം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ. ചമ്പകം, അശോകം, പുന്നാകം. ചമ്പകാശോക പുന്നാക സൗഗന്ധികം എന്നീ പുഷ്പങ്ങളാൽ ദേവിയുടെ സമൃദ്ധമായ തലമുടി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ചമ്പകാശോക പുന്നാക സൗഗന്ധിക രസത്കജ. കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത. കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത. കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത. സ്വർണ്ണക്കിരീടത്തിൽ മുത്തു പതിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സ്വർണ്ണക്കിരീടം ദേവി ധരിച്ചിരിക്കുന്നു. നിജാരുണ പ്രഭാപൂരമജ്ജത് കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത. അഷ്ടമീ ചന്ദ്രവിഭ്രാജ അളികസ്ഥലശോഭിത. അഷ്ടമീ ചന്ദ്രവിഭ്രാജദളികസ്ഥലശോഭിത. അഷ്ടമീ ചന്ദ്രവിഭ്രാജദളികസ്ഥലശോഭിത. ദേവിയുടെ അളികസ്ഥലം അതായത് നെറ്റിത്തടം അതായത് 8ാമത്തേത് അഷ്ടമി ദിവസത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ്. അർദ്ധവൃത്താകൃതിയിലുള്ള ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. അഷ്ടമീ ചന്ദ്ര വിഭ്രാജദളികസ്ഥലശോഭിത. ഇത്രയും നാമങ്ങൾ മതി. ഒന്നും കൂടി നോക്കട്ടെ. അഷ്ടമീ ചന്ദ്ര വിഭ്രാജദളികസ്ഥലശോഭിത. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. ദേവി സിന്ദൂര അതായത് തിലകക്കുറി അണിഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പൂർണ്ണചന്ദ്രനേക്കാൾ ശോഭയുള്ള ദേവിയുടെ മുഖത്തിൽ കസ്തൂരി തിലകം ദേവി അണിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അർത്ഥത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ദേവിയുടെ ആ ശരീര സൗന്ദര്യത്തെയും ദേവിയുടെ ആകൃതിയെയും പ്രകൃതിയെയും മനസ്സിൽ കൊണ്ടുവന്ന് ഈ മന്ത്രം പാരായണം ചെയ്താൽ നമുക്ക് വേണ്ടുന്ന എല്ലാം ദേവി നമുക്ക് കൊടുക്കും. മന്ത്രപാരായണത്തെക്കാളും മന്ത്ര ഉപാസനത്തിലൂടെ ധ്യാനം ചെയ്യുക. ഓരോ നാമങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞ് ഒരു അരമിനിറ്റ് ധ്യാനത്തിലിരിക്കുക. ദേവിയുടെ ഈ അലങ്കാരങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് ദേവിയെ ധ്യാനിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം കിട്ടും. അതായത് ഈ ശിവശക്തി ചൈതന്യം, ദേവി ചൈതന്യം, അതാണ് കോസ്മിക് എനർജി. അതിന് യൂണിവേഴ്സൽ എനർജി, ശിവശക്തി ചൈതന്യം, ബ്രഹ്മചൈതന്യം എന്നൊക്കെ പറയും. ആ ചൈതന്യം നമ്മൾ ധ്യാനിക്കുന്നതിലൂടെ നമ്മളുടെ സഹസ്രാരയിൽ ഒരു ചെറിയ സുഷിരമുണ്ട്. അതിലൂടെ നമ്മളുടെ നാഡീമണ്ഡലങ്ങളിലേക്ക് പ്രവഹിക്കും. ഇതാണ് ധ്യാനത്തിൽ നിന്നും കിട്ടുന്ന നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട്. അങ്ങനെ നമ്മുടെ നാഡീമണ്ഡലങ്ങളിലേക്ക് ഈ ബ്രഹ്മചൈതന്യം, ദേവീ ചൈതന്യം പ്രവഹിക്കുന്തോറും നമ്മൾ കൂടുതൽ ആരോഗ്യം, കൂടുതൽ നമുക്ക് എല്ലാമേ ലഭിക്കും. ആരോഗ്യം, ആയുസ്,
നമ്മുടെ മനസ്സിന് ധൈര്യം, ബുദ്ധിക്ക് വൈഭവം, നമ്മളുടെ ആത്മചൈതന്യം, അതായത് ജീവാത്മാവ് കൂടുതൽ കൂടുതൽ ശോഭയായി വിസ്തരിക്കപ്പെടും. അപ്പം നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പറയണം. ഈ ലളിതാ സഹസ്രനാമം ധ്യാനിക്കണം, ഉപാസന ചെയ്യണം. വെറും പാരായണം ചെയ്താൽ പോരാ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിത്യവും രാവിലെ 6 മുതൽ 6:20 വരെ ലളിതാ സഹസ്രനാമ മന്ത്രം പറഞ്ഞ് അർത്ഥം പറഞ്ഞ് ഒരു 15 മിനിറ്റ് ധ്യാനം ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരിക. ഓരോ സബ്സ്ക്രൈബേഴ്സും ദേവിയുടെ അനുഗ്രഹം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കൂ. അതിൻ്റെ ധ്യാനത്തിലേക്ക് വരുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ലളിതാ സഹസ്രവുമായി കൂടുതൽ 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 നിങ്ങൾ യു ഷുഡ് ഇൻവോൾവ് ഇൻ ദിസ് ലളിതാ സഹസ്രനാമം ആൻഡ് ഗെറ്റ് ദ മാക്സിമം ബെനിഫിറ്റ്സ്. അത് നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ നൽകുന്ന ഗൈഡൻസിലൂടെ, ഞങ്ങൾ ചെയ്യുന്ന ഈ ധ്യാനത്തിലൂടെ 6 മുതൽ 6:20. പിന്നെ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഈ ലളിതാ സഹസ്രനാമം ലെസൺസ്, ഇപ്പോൾ 5 ലെസൺസ് കൊടുത്തു കഴിഞ്ഞു. ഇനി നാൾക്ക് നാൾ കൂടുതൽ കൂടുതൽ ലെസൺസ് 3 പ്രാവശ്യം ജപിക്കുന്നത് നിങ്ങൾക്കത് ആ ഉച്ചാരണം ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിനെ ശ്രദ്ധിച്ച് ലളിതാ സഹസ്രനാമം പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് നേടണോ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എല്ലാം ദേവി അനുഗ്രഹിച്ച് നൽകും. യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും നന്ദി.